വിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ദൈവവചന ഭാഗം വായിക്കുന്നു. എഫേസ്യർക്കെതിരെ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം എന്ന് പറയുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദൈവവചനം ആണ്. എഫേസ്യ ലേഖനത്തിലുള്ളത് മുഴുവൻ നമ്മൾ പലപ്പോഴും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഹല്ലേലൂയ ആ വചനത്തിന്റെ ആത്മീയമായ അനുഭവങ്ങളെ നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കത് കഴിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും അതേ അനുഭവത്തിലൂടെ വരണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പരിശുദ്ധാത്മാവ് പൗലോസിൽ കൂടെ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സകല വിശുദ്ധന്മാർക്കും വേണ്ടി എനിക്കും വേണ്ടി എന്ന് പറഞ്ഞാൽ പൗലോസിനും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ വചനം വായിച്ച് നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ട്. അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി സകല വിശുദ്ധന്മാർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിനകത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കുന്നവൻ ഈ ലോകത്തെ ഭയപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവന്റെ സാത്താന് തന്ത്രങ്ങൾ മെനയാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ ഈ ലോകത്തിന്റെ ദുർമന്ത്രവാദങ്ങളിൽ കുടുങ്ങിപ്പോകത്തില്ല. പ്രാർത്ഥന നമുക്ക് ചുറ്റും വലിയ തീമതിലാണ്, അല്ലെങ്കിൽ അത് വലിയ കോട്ടയാണ്. അപ്പം പ്രാർത്ഥിക്കുന്നവനെന്ന് പറയുമ്പോൾ അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന് പലതും ചെയ്യുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങൾക്ക് ദൈവാത്മാവ് നൽകുന്ന ഒരു നല്ല ഉപദേശമാണ് സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എന്തിനാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? കർത്താവിന്റെ സംരക്ഷണം നമുക്ക് ലഭ്യമാകാൻ വേണ്ടി, കർത്താവിന്റെ ശക്തി നമുക്ക് പകരാൻ വേണ്ടി, ആത്മീയ ശുശ്രൂഷ രംഗത്ത് നാം വിജയമായി മാറുവാൻ, അനുഗ്രഹമായി മാറുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവിക ശുശ്രൂഷയിൽ നിൽക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മാത്രമല്ല, യുദ്ധക്കളത്തിൽ നിൽക്കുന്നത് പോലെ നമ്മളെപ്പോഴും ശത്രുവിനോട് എതിർത്ത് നിൽക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. യുദ്ധക്കളത്തിൽ നിൽക്കുന്നവരെന്നാണ് എപ്പോഴും മറുഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകാം. അതുകൊണ്ട് യുദ്ധക്കളത്തിൽ നിൽക്കുന്നവൻ സകല സന്നാഹത്തോടും കൂടി ഏത് സമയത്ത് യുദ്ധത്തെ നേരിടാനാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ദൈവഭക്തന്മാർ എന്ത് ചെയ്യണം? എപ്പോഴും യുദ്ധക്കളത്തിൽ നിൽക്കുന്ന യോദ്ധാവിനെ പോലെ ഈ ലോകശക്തികൾക്കെതിരെ എതിർക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു യുദ്ധക്കളമാകട്ടോ. ഹല്ലേലൂയ. മാത്രമല്ല, ഒരുപാട് എതിർപ്പുകൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണം? നാം പ്രാർത്ഥിക്കണം. പങ്കെടുത്തില്ല, നമ്മുടെ ഛത്തീസ്ഗഡിലൊക്കെ യാതൊരു ദയയില്ലാതെ അല്ലെങ്കിൽ വെറും ക്രൂരമായ രീതിയിൽ ക്രൈസ്തവരെ വേട്ടയാടുന്ന എത്രയോ ക്രൈസ്തവ ദേവാലയങ്ങൾ പൊളിച്ചു മാറ്റുന്ന എത്രയോ ക്രൈസ്തവ മിഷണറിമാരെ, കന്യാസ്ത്രീകളെ, പാസ്റ്റർമാരെ, വിശ്വാസികളെ നിർദ്ദാക്ഷ അടിച്ച് ഉപദ്രവിച്ച് പീഡിപ്പിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടും മൗനസമ്മതത്തോടുകൂടി അനുവാദം കൊടുക്കുന്ന ഗവൺമെന്റ്. ഹല്ലേലൂയ. ഗവൺമെന്റ് സകല പൂർണ്ണ അധികാരം കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ഛത്തീസ്ഗഡിൽ ഇത്രമാത്രം സ്തോത്രം വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഉറങ്ങിക്കിടക്കുന്നു. ഹല്ലേലൂയ. അവർ മയങ്ങിക്കിടക്കുന്നു. ക്രൈസ്തവരെ കൊന്നൊടുക്കുവാൻ ഒരു ആഹ്വാനം കൊടുക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ദേശത്ത് രക്തച്ചൊരിച്ചിൽ കൂടുന്നു. ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം ഛത്തീസ്ഗഡിന്മേൽ വെളിപ്പെടാൻ സമയമായി ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങൾക്കകത്തും ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടാൻ സമയമായി. ഇതിനെല്ലാം കണക്ക് പറയേണ്ടി വരും. ഒരു ദൈവഭക്തന്റെ ഒരു തുള്ളി രക്തം ഈ ഭൂമി വീഴിക്കുന്ന സർക്കാരുകളോട് പറയട്ടെ, ജനങ്ങളോട് പറയട്ടെ, തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദികളോട് പറയട്ടെ, നിങ്ങൾ വില കൊടുക്കേണ്ട നാളുകൾ എടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്യണം? യുദ്ധക്കളത്തിൽ നിൽക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കേരളത്തിലുള്ള, ഭാരതത്തിലുള്ള, ലോക രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാർക്ക് വേണ്ടി നാം പ്രാർത്ഥനയിൽ പോരാടണം.
ഹല്ലേലൂയ. രോഗങ്ങളെ അതിജീവിക്കുവാൻ, വ്യാധികളെ അതിജീവിക്കുവാൻ, ദുർമന്ത്രവാദങ്ങളെ അതിജീവിക്കുവാൻ, അശുദ്ധാത്മാക്കളെ അതിജീവിക്കുവാൻ, ചെയ്ത്തുകളെ അല്ലെങ്കിൽ ആഭിചാര മന്ത്രവാദ ദുർശക്തികൾ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി ഹല്ലേലൂയ. ഏലസും തകിടും എന്ന് പോലെയുള്ള വിവിധ സാത്താന്റെ തന്ത്രങ്ങളിൽ പിശാച് ഓരോ തന്ത്രങ്ങളും മെനഞ്ഞ് നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യണം? നീ പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവസഭയ്ക്കകത്ത് ദൈവത്തിന്റെ ദാസന്മാരോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ നിന്റെ ഭവനത്തെ ഒരു ദുർമന്ത്രവാദികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രൈസലോ. ഹല്ലേലൂയ. എന്നോട് ഒരു സഹോദരി പറഞ്ഞ് എന്നോട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പറയുക, ഞാൻ നിനക്കൊട്ടൊരു പണി വെച്ചിട്ടുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അയൽവാസികൾ താമസിച്ചു കെട്ടിടോണ്ടറുമായിട്ട് ചില പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിലുള്ള ചുരുക്ക് തീർത്ത് എന്നോട്, കാരണം നമ്മളല്ലേ പ്രാർത്ഥിക്കുന്നത്, നിനക്കെട്ട് ഒരു പണി വെച്ചിട്ട് എന്തോ ദുർമന്ത്രവാദം ചെയ്തു. ഞാൻ പറഞ്ഞത് കയ്യിൽ വെച്ചാൽ മതി, നിന്റെ ദുർമന്ത്രവാദമൊന്നും എൻ്റെ ശരീരത്തിന്റെ അയൽവക്കത്തോട് ഒരു പോകത്തില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദുർമന്ത്രവാദം നീ ചെയ്താൽ നിന്റെ തലമുറയുടെ മേലെ വരുവ ശാപം. പ്രൈസലോ. കാരണം ദുർമന്ത്രവാദത്തെ എനിക്ക് പേടിയില്ല, ദുർശക്തികളെ പേടി, സാത്താനെ എനിക്ക് പേടിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിനൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥനയിൽ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു പോരാളിയെ പോലെ ഞാൻ പ്രാർത്ഥനയിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ലോകശക്തികളെ ഞാൻ ഭയപ്പെടത്തില്ല. പ്രൈസലോ. ഹല്ലേലൂയ. നിങ്ങളും അങ്ങനെ നിൽക്കണം കേട്ടോ. ഈ ലോകശക്തികളെ കണ്ട് ഭയപ്പെടരുത്. ആരെയും മന്ത്രവാദം ചെയ്തു, കൂടോത്രം ചെയ്തു, ക്ഷുദ്രം ചെയ്തു, ഏലസയുടെ തകിട് കണ്ടു, ഊതിക്കിട്ടത് കണ്ട്, ചരട് കണ്ടു, നൂല് കണ്ടു, മുട്ടത്തോട് കണ്ടു, തലയോട്ടി കണ്ടു, അലിയ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. സാത്താന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുമുള്ള അധികാരം യേശു കർത്താവിനാ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുമേലെ കർത്തൃത്വം യേശു കർത്താവിനാ. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ വഴിയിലെ നീ ലോകത്തിന്റെ വൈശാചിക ശക്തികളെ കണ്ട് നീ ഭയപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അതെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെയൊക്കെ വെറും കരിയേപ്പില പോലെ കാണുന്നത്. ദുർമന്ത്രവാദങ്ങളെ, ദുർശക്തികളെ, ദുർബോധങ്ങളെയൊക്കെ കരിയേപ്പില പോലെ. കാരണം അതിനെയൊക്കെ എടുത്ത് പുറത്ത് കളയണം. അത് കൊള്ളരുതാത്ത സാധനം. ഹല്ലേലൂയ. പ്രൈസലോ. ഹല്ലേലൂയ. നമ്മളൊരു മനുഷ്യൻ നേരോടുകൂടി ജീവിക്കും, നല്ലവനായിട്ട് ജീവിക്കണം. ആ മനുഷ്യന്റെ ഒരു നല്ല സ്വഭാവം കാണുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. രോഗങ്ങളെ, വ്യാധികളെ, മന്ത്രവാദങ്ങളെ, അശുദ്ധാത്മാക്കളെ, ചെയ്ത ദോഷങ്ങളെ എല്ലാത്തിനെയും നമുക്ക് എതിർ നിൽക്കുവാൻ നമുക്ക് എന്ത് ചെയ്യണം? പ്രാർത്ഥനയാണ് ആവശ്യം. ഹല്ലേലൂയ. പ്രാർത്ഥന ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. മാത്രമല്ല, ഒരു വിശ്വാസിയുടെ അധപതനത്തെക്കാളും ഹല്ലേലൂയ, ഒരു ദൈവദാസന്റെ ഒരു അധപതനത്തെക്കാളും ഹല്ലേലൂയ സ്തോത്രം കണ്ട് ഹല്ലേലൂയ അതൊക്കെ കണ്ട് ഹല്ലേലൂയ നമ്മൾ മനസ്സുമടുക്കാതെ വിശ്വാസിക്കും ദൈവത്തിന്റെ ദാസന്മാർക്കും സകല വിശുദ്ധന്മാർക്കും വരുന്ന അധംപതനങ്ങൾ കാണുമ്പോൾ സാത്താൻ മുഖാന്തരം അവർ ഭയപ്പെട്ട് അവർ ഭയപ്പെട്ട് മാറുമ്പോൾ നമ്മൾ അതിനെതിരെ ശക്തമായിട്ട് പോരാടി പ്രാർത്ഥിക്കണം. നമ്മുടെ ദാസന്മാരുടെ നമ്മുടെ ദൈവമക്കൾ അധംപതനത്തെ അല്ലെങ്കിൽ അവരുടെ വീഴ്ച, അവരുടെ പരാജയങ്ങളെ കണ്ട് നമ്മൾ മൗനമായിരിക്കരുത്, പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ശക്തിയായി പ്രകാശിക്കുന്ന ഒരു ദൈവദാസൻ, ഒരു ദൈവദാസി, ഒരു ഒരു വിശ്വാസ സമൂഹത്തെ വാർത്തെടുക്കുവാൻ ഈ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥന ആവശ്യമാണ്. നമുക്ക് എന്താണ്? ശക്തന്മാരായിരിക്കുന്ന ദൈവദാസന്മാരെ ആവശ്യം, ദൈവദാസന്മാരെ ആവശ്യം. യുവതലമുറയെ ശക്തമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം. ഒരു ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങണം. ഒരു അന്ത്യകാല ഉണർവിയുടെ ആവശ്യമാണ്. ഒരു അന്ത്യകാല ഉണർവിന്റെ ശുശ്രൂഷ, ഒരു ആത്മ പകർച്ച. ഹല്ലേലൂയ. ഒരു അന്ത്യകാല അഭിഷേകം. ഹല്ലേലൂയ. സ്തോത്രം. മാത്രമല്ല, ഒരു അന്ത്യകാല ഉയർപ്പിന്റെ ശുശ്രൂഷ ഇവിടെ നടക്കണം. ഹല്ലേലൂയ. മാത്രമല്ല, അന്ത്യകാല രോഗസൗഖ്യം വിവിധ നിലകളിൽ ജനത്തിന്റെ ഇടയിലേക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ അളവറ്റ ശക്തി ഇറങ്ങി വരേണ്ടതിന് ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി ദൈവകരങ്ങൾ യുവാക്കന്മാരെ ഉപയോഗിക്കപ്പെടുക, നമ്മുടെ ദൈവമക്കളെ ഉപയോഗിക്കപ്പെടാൻ വേണ്ടി ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന പോരാളിയെ പോലെ നീ പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ ഹല്ലേലൂയ, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. പ്രൈസലോ. നിന്റെ കുടുംബത്തിന്റെ തകർച്ച, കുടുംബ ജീവിതത്തിന്റെ തകർച്ച, ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ ഒന്നിച്ചു പോകാൻ കഴിയാത്ത കുടുംബത്തിനെ ഛിന്ന ഭിന്നമാക്കുന്ന ഭർത്താക്കന്മാരെ ഭാര്യയിൽ അകറ്റിക്കളയുന്ന, ഭാര്യമാരെ ഭർത്താക്കന്മാരെ മക്കളെ അകറ്റിക്കളയുന്ന സാത്താന്റെ തന്ത്രങ്ങളെ താൻ തിരിച്ചറിഞ്ഞിട്ട് വേണം ഈ ഭൂമി ജീവിക്കുവാൻ. അതിന്റെ മുമ്പിൽ നീ അടിയറവ് പറയരുത്, അതിനെ ജയിക്കുവാൻ നീ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന മുഖാന്തരം ദേശത്തെ വ്യാപരിച്ചിരിക്കുന്ന ദേശത്തിന്റെ ശക്തികൾ നിർവീര്യമായി മാറും.
നീ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദേശത്തിന്റെ ശക്തികൾ, ദേശത്തിന്റെ പോരുകൾ, ദേശത്തിന്റെ അധികാരങ്ങൾ മുട്ടുമടക്കം നിന്നെ കാണും വിറയ്ക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ അല്ലെങ്കിൽ എന്ത് പ്രാർത്ഥിക്കണം. ഒരു മനുഷ്യൻ വീണു പോകുന്നത് കാണുമ്പോൾ അവനത് വരണം എന്നുള്ളതല്ല ചിന്ത. അല്ലേ? പലരും അങ്ങനെയാണ്. ഒരു മനുഷ്യന് വീഴ്ച വരുമ്പോൾ, ദൈവദാസന് വിശ്വാസിക്ക് വീഴ്ച വരുമ്പോൾ, അവന് പരാജയത്തിൽ അവനത് വരണം എന്ന് പറയുന്നവരാണ് നല്ലൊരു ശതമാനം ജനങ്ങൾ. എന്നാൽ അങ്ങനെയല്ല. ഹല്ലേലൂയ. ഒരുവനൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ, ഒരു കുറവുണ്ടാകുമ്പോൾ, ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അവനെ നമ്മൾ തള്ളിക്കളയാതെ, ഹല്ലേലൂയ, അവന്റെ പേരുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ എത്ര വലുതായിരുന്നാലും ആ മനുഷ്യനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയായി മാറുന്നത്. വിമർശിക്കാൻ നമ്മളെ കണ്ട് പറ്റുമെന്നേ. നിങ്ങളെ വിമർശിക്കാൻ എന്നെ കണ്ട് പറ്റും. നിങ്ങളെ വിമർശിക്കുന്നതിന് എനിക്ക് വലിയ മുടക്കുമല്ലോ ഉണ്ടോ? നിങ്ങളെ കുറ്റം പറഞ്ഞ് എനിക്ക് വല്ല മുടക്കുമില്ല. നിങ്ങളെ ആക്ഷേപിക്കുന്നതിന് പരിഹസിച്ച് എനിക്ക് വല്ല മുടക്കുമില്ലുണ്ട്? എനിക്കൊരു മുടക്കുമില്ല. കാരണം എന്നിൽ അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാത്താനുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിമർശിക്കുകയും നിങ്ങളെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ നിങ്ങളെ വിമർശിക്കാനും പരിഹസിക്കാനും നിങ്ങളെ ദുഷിക്കാനും നിങ്ങളെ ഒറ്റപ്പെടുത്തുവാനൊക്കെ സാത്താൻ നമുക്ക് പ്രേരണ തരുമ്പോൾ ആ സാത്താനെ നമ്മൾ വലിച്ചെറിയണം. അവനെ നമ്മൾ വലിച്ചു കീറണം. ഹല്ലേലൂയ. വീട് കിടക്കുന്നവരെ കൈപിടിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കുന്നത് ശുശ്രൂഷ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സുന്ദരമെന്ന ഗോപുര ദേവാലയത്തിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യനെ, ഹല്ലേലൂയ, ആ മനുഷ്യൻ 40 വയസ്സോളം ഉണ്ടെന്നുള്ളതാണ് അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം വായിച്ചാൽ കാണാൻ കഴിയുന്നത്. ആ മനുഷ്യനെ, ഹല്ലേലൂയ, അവിടെ 40 വർഷങ്ങളായിട്ട് ഇന്ന് ഭിക്ഷ യാചിക്കുക. ഹല്ലേലൂയ. ആരും അവനൊരു നന്മ ചെയ്തില്ല. അവരെ കാണുമ്പോൾ എല്ലാവരും ദുഷിക്കുന്നു, നിന്ദിക്കുന്നു, അപമാനിക്കുന്നു, പരിഹസിക്കുന്നു, അവഹേളിക്കുന്നു. അങ്ങനെ പരിഹാസം കേട്ടുകൊണ്ട് ഭിക്ഷ യാചിക്കുന്ന ആ ഇടയിലാണ് ഒരിക്കൽ പത്രോസും പത്രോസ് യോഹന്നാൻ ആ വഴി ചെല്ലുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ പത്രോസിനെയൊക്കെ കണ്ടുകൊണ്ട് ഈ ഭിക്ഷക്കാരൻ ചിന്തിച്ചു ആണ് വല്ലതും കിട്ടും അവരെ നോക്കി. അപ്പൊ പത്രോസ് പറഞ്ഞു, വെള്ളിയും പോലും ഒന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്ന എന്താ പത്രോസ് ഉണ്ടായത്? യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ എന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് നരിയാണി ഉറപ്പിച്ച് നടന്നുള്ളി ദൈവത്തെ സ്തുതിച്ചെന്ന് പറഞ്ഞാൽ, ആ വീട് കിടന്നവരെ കണ്ടിട്ട് പത്രോസും യോഹന്നാനും അവരെ കളി കേൾക്കി പോവുകയല്ലേ ചെയ്തത്, പിന്നെയോ അവനെ എഴുന്നേൽപ്പിക്കുക ചെയ്തത്. അതുകൊണ്ട് വീണ് കിടക്കുന്നവരെ കണ്ടിട്ട് പരിഹസിക്കരുത്, നമ്മൾ അവരെ കൈപിടിച്ചുയർത്തണം. അതാണ് ശുശ്രൂഷ കേട്ടോ. ഇവിടെ പൗലോസ് എന്നാണ് പറയുന്നത്, സകല വിശുദ്ധന്മാർക്കും വേണ്ടി എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. എന്താണ് സകല പ്രാർത്ഥനയാലും ഇവിടെ പറയാൻ കാരണം? എന്താ പറയാൻ? ചരിത്രം വായിക്കും 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ പുസ്തകത്തിന്റെ 3-ാമത്തെ പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എഫെസ്യർ 1:15 3-14 ഭാഗങ്ങളും 1-2 പ്രാർത്ഥനകൾ കാണുന്നു. പ്രാർത്ഥനയില്ലെങ്കിൽ മറ്റായുധവർക്കം ധരിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. പ്രാർത്ഥനയില്ലെങ്കിൽ മറ്റെന്ത് ആയുധം വർക്കം ധരിച്ചുകൊണ്ടും ഒരു പ്രയോജനമില്ല. യുദ്ധ വിജയത്തിന് തക്ക സമയത്തുള്ള വാർത്താവിനിമയം ആവശ്യമാണ്. യുദ്ധത്തിന്റെ വിജയത്തിന് തക്ക സമയത്ത് ഉള്ള വാർത്താവിനിമയം ആവശ്യം. നമുക്ക് നമ്മുടെ അതിർത്തികളിൽ കാവൽ ചെയ്യുന്ന നമ്മുടെ BSF, CRPF, വിവിധ സേനകൾ, അവർ അതിർത്തികളിൽ എപ്പോഴും ശത്രുവിന്റെ തന്ത്രങ്ങൾ എതിർത്ത് നിൽപ്പാൻ സർവായുധ വർക്കം ധരിച്ചെന്ന് പറഞ്ഞാൽ അവർ ആയുധം ധരിച്ചു നിൽക്കുക, പോരാളിയെ പോലെ നിൽക്കുക. അവർക്ക് തക്ക സമയത്ത് വാർത്താവിനിമയം എന്ന് പറഞ്ഞാൽ അവരുടെ മേലുദ്യോഗസ്ഥന്മാർ എന്ത് കൽപ്പിക്കുക, എന്ത് പറയുന്നവർ നോക്കി കാതോർത്തിരിക്കുക. അത് പറയുന്ന മാത്രയിൽ അവർ യുദ്ധത്തിന് ഒരുങ്ങിക്കഴിയും എന്ന് പറഞ്ഞ പോലെ ഒരു വിശ്വാസി എപ്പോഴും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. അല്ലെ? പ്രാർത്ഥന വിട്ടിരുന്ന് ദൈവത്തോട് ചോദിക്കണം. ഒരു എളിയ വിശ്വാസി കൂടുതൽ നിലനിൽക്കുന്നത് കാണുവാൻ നമുക്ക് കഴിയണം. ഒരു എളിയവനായ വിശ്വാസി കൂടുതൽ നാളുകൾ നിലനിൽക്കുന്നത് കാണുവാൻ കഴിയണമെങ്കിൽ നാം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ വിറയ്ക്കും. അല്ലേ? അപ്പൊ നിങ്ങളുടെ കൂട്ടുസഹോദരൻ, നിങ്ങളുടെ ദൈവസഭയുടെ പാസ്റ്ററെ, അല്ലെങ്കിൽ നിങ്ങളുടെ സഭയെ നയിക്കുന്ന നിങ്ങളുടെ ഇടയന്മാർക്ക് വേണ്ടി നിങ്ങൾ ഇടിവി നിന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി നിങ്ങൾ ഇടിവി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവിക അനുഗ്രഹം നിനക്കും നിന്റെ കുടുംബത്തിന് ലഭ്യമാകും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു ഭക്തൻ എഴുതിയത് സകല പ്രാർത്ഥനയാലും എന്ന് പറയുന്നത് പരസ്യവും രഹസ്യവുമായുള്ള ഏതു നേരത്തെ പ്രാർത്ഥനയും. അപ്പൊ നമ്മൾ ഇതിന് പരസ്യമായിട്ട് പ്രാർത്ഥിക്കണം, രഹസ്യമായിട്ടും പ്രാർത്ഥിക്കണം.
ഞാൻ പരസ്യമായിട്ട് ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഞാൻ ഇപ്പം പല പ്രാവശ്യം അങ്ങനെ ചെയ്യാറുണ്ട്. പലപ്പോഴും കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തു നോക്കി, പരസ്യമായിട്ട് പോയി ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം കഷ്ടം അനുഭവിക്കുന്നവരേറെ ഉണ്ടെന്നേ, വേദനപ്പെടുന്നവർ ഏറെയുണ്ട്. അവരെ കുറിച്ചായിരിക്കണം നമുക്ക് ചിന്തയുണ്ടാകുന്നത്. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും മറ്റുള്ളവരുടെ വേദനകളും സങ്കടങ്ങളും കേട്ടിട്ട് എൻ്റെ വിഷയങ്ങൾ ഞാൻ മറന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകും. അത് ഞാൻ ഉച്ചത്തിൽ പ്രാർത്ഥിക്കും. എനിക്ക് സ്ഥലമൊന്നും പ്രശ്നമല്ല. ഉള്ള സ്ഥലത്തുള്ള ഉച്ചത്തിൽ, അത് ആര് കേട്ടോ കേട്ടില്ലയോ ഒന്നും ഉള്ളതല്ല, പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു എളിയ വിശ്വാസം നിലനിൽക്കുന്നത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കുടുംബം നിലനിൽക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ചിഹ്നവിധമായ കുടുംബം അവർ യോജിച്ച് സന്തോഷത്തിൽ പോകുന്നത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ സകല വിശുദ്ധന്മാർക്കും വേണ്ടി, സകല വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കും ഞാനിപ്പോഴും. അല്ലെങ്കിൽ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, അല്ലെങ്കിൽ നമ്മുടെ പരസ്യമായ വിഷയങ്ങളും രഹസ്യമായ വിഷയങ്ങളുമുണ്ട്. അല്ലെങ്കിൽ പരസ്യമായ പ്രാർത്ഥനയും രഹസ്യമായ പ്രാർത്ഥനയുമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഏത് സമയത്തിരുന്നു പ്രാർത്ഥിച്ചാലും അവിടെ എല്ലാം ആത്മാവിന്റെ നിയന്ത്രണം ഉണ്ടായിരിക്കണം. ആത്മാവിന്റെ നിയന്ത്രണം നമുക്കുണ്ടായിരുന്നു. ആത്മനിയന്ത്രണത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്താണ് ദൈവസാന്നിധ്യം വെളിപ്പെടുന്നത്. പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അതെല്ലാം ജൽപ്പനമാണ്. അല്ലെങ്കിൽ ജൽപ്പനം, ദൈവാത്മാവില്ലാത്ത, ദൈവകൃപയില്ലാത്ത, ദൈവ സാന്നിധ്യമില്ലാത്ത, അഭിഷേകമില്ലാത്ത, ദൈവമായ സംസർഗമില്ലാത്ത പല പ്രാർത്ഥനകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചിലരൊക്കെ വന്നു നിന്ന് തൊഴുതു പോകുന്നവരാ. അല്ലെങ്കിൽ പലതും അങ്ങനെയല്ല. സകല വിശുദ്ധന്മാർക്കും വേണ്ടി, സകല ഭരണ സംവിധാനങ്ങളെ ഓർത്ത്, സകല ജനത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വൃത്തം ജനങ്ങൾക്കും വേണ്ടി, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ ജനത്തിനും വേണ്ടി, സകല ഗോത്രങ്ങളെയും ദ്വീപുകളെയും ആദിവാസി മേഖലയും ട്രൈബൽ മേഖലയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും, നമുക്കറിയാവുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്, നമ്മളെ കണ്ടിട്ടില്ലാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത അനവധി ആളുകളുണ്ട്. അങ്ങനെയുള്ള സകല ജനത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥനയിൽ പോരാടണം. പ്രാർത്ഥനയിൽ പോരാടുക എന്ന് പറഞ്ഞാൽ, ഒരു പോരാളിയെ പോലെ നീ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് യുദ്ധക്കളത്തിൽ നിൽക്കുന്നത് പോലെ നീ പ്രാർത്ഥനയിൽ പോരാടണം. ഹല്ലേലൂയ. അപ്പൊ ഒരു എളിയ വിശ്വാസിയുടെ തകർച്ചയല്ല നമ്മുടെ വിഷയം, ഒരു ദൈവദാസന്റെ തകർച്ചയല്ല നമ്മുടെ വിഷയം, അവരെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ വീഴ്ച കാണുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ തകർച്ച കാണുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ നൊമ്പരം കാണുവാനല്ല, നിങ്ങളുടെ ദാരിദ്ര്യം കാണുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ മേൽക്കുമേൽ ഉയർച്ച പ്രാപിക്കുന്നത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ മേൽക്കുമേൽ ഉയർച്ച, നിങ്ങളുടെ സന്തോഷമാണ് എന്റെ പ്രശ്നം. പൗലോസ് പറയുന്നത്, സകല വിശുദ്ധന്മാർക്കും വേണ്ടി, എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് നമ്മുടെ ആഹ്വാനം ചെയ്യുമ്പോൾ ഈ പകൽ നിങ്ങളോട് പറയട്ടെ, നിന്റെ ചുറ്റുവട്ടത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ കിടപ്പില്ലേ? നിന്റെ ബന്ധുക്കളും സ്വന്തക്കാരും ചാർച്ചക്കാരുമായിട്ട് അനവധി ആളുകൾ, നിന്റെ സഭയ്ക്കകത്ത് അനവധി ആളുകളില്ലേ? അവരെ കണ്ടിട്ട് നിനക്കെല്ലാം ഉണ്ടെന്ന് നീ ചിന്തിക്കാനേക്കാൾ ഉപരിയായി ആ എളിയ വിശ്വാസിയോട് ചേർന്ന് മുഴങ്കാല് മുടക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ഹല്ലേലൂയ, നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. പൗലോസിന്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ ആത്മാവിന്റെ പ്രാർത്ഥനയായിരുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട പ്രാർത്ഥനയായിരുന്നു, അഗ്നിയുടെ പ്രാർത്ഥനയായിരുന്നു, അഭിഷേകത്തിന്റെ പ്രാർത്ഥനയായിരുന്നത്. എന്റെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ടോ? ഇവിടെ പൗലോസ് പറയുന്നത്, ലേഖനം ഹല്ലേലൂയ 6-ാം അധ്യായം 19-20 വാക്യോട് ചേർത്ത് വാക്യവും കാണുന്നുണ്ട്. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പിക്കും. വചനം സംസാരിക്കുവാൻ, പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ, അല്ലെങ്കിൽ വചനത്തിന്റെ വാതിൽ തുറക്കും, വചനത്തിന്റെ മർമ്മം വെളിപ്പെട്ട് കിട്ടുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് വായി തുറക്കുവാൻ, ദൈവത്തിന്റെ വചനം ആത്മാവിൽ കിട്ടാൻ വേണ്ടി പൗലോസ് എനിക്ക് വേണ്ടി, പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രാർത്ഥന എന്നെ ആവശ്യപ്പെടുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്. ഞാനിങ്ങനെ വിശ്വസിക്കുന്ന ആളാ. എനിക്ക് വേണ്ടി ആയിരക്കണക്കിന് ജനങ്ങൾ, 10,000കണക്കിന് ജനങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനും ദൈവത്തിന് വചനം പ്രസംഗിപ്പാൻ നിൽക്കുന്നത്. എന്റെ സ്വന്തം കഴിവോ ബുദ്ധിയോ എന്റെ പ്രാഗൽഭ്യമോ എന്റെ അറിവോ ജ്ഞാനമോ എന്റെ വിദ്യാഭ്യാസമോ എന്റെ ശ്രേഷ്ഠതയോ പാരമ്പര്യമോ ഒന്നും അല്ല ഞാൻ ദൈവത്തിന് ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ, എന്നിൽ കൂടെ ദൈവത്തിനോട് പ്രസംഗിപ്പാൻ, അല്ലെങ്കിൽ
പ്രസംഗിക്കുന്നത്, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയാണ് കാരണം. ആയിരങ്ങൾ ഞാൻ അറിയാതെ, ഞാൻ കേൾക്കാതെ, എന്നെ കാണാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഞാൻ ദൈവത്തിൽ പ്രസംഗിക്കുവാൻ തയ്യാറാകുന്നു. ദൈവം വചനം എനിക്ക് എൻ്റെ നാവിൻ്റെ തരുന്ന ഞാൻ വായി തുറക്കുമ്പോൾ സംസാരിക്കുന്നത് പോലെ സംസാരിപ്പാൻ, പ്രാഗൽഭ്യത്തോട് സംസാരിക്കാൻ, ഭയം കൂടാതെ സംസാരിപ്പാൻ ദൈവാത്മാവിനെ ബലപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ കാരണം നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഞാനതുകൊണ്ടാണ് ഞാൻ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടല്ലേ ഞാൻ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ആരുടെയും കുറ്റം കണ്ടുപിടിക്കുന്നതല്ല എൻ്റെ ജോലി. ഹല്ലേലൂയ. ഞാൻ നമ്മളോട് പറയട്ടെ ഒന്നുകൂടെ, ആരുടെയും കുറ്റം കണ്ടുപിടിക്കുന്നതല്ല നമ്മുടെ ജോലി കേട്ടോ. ആരുടെയും കുറ്റം കണ്ടുപിടിച്ച് അവരെക്കുറിച്ച് വിമർശിച്ച് അവരെക്കുറിച്ച് മറ്റാരോട് പറഞ്ഞ് അങ്ങനെ പല നോട്ടീസ് അടിക്കുന്നതല്ല നമ്മുടെ ജോലി. നമ്മുടെ ജോലി വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു പാപിയുടെ മാനസാന്തരമായിരിക്കും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു പാപിയുടെ രക്ഷയായിരിക്കും നമ്മുടെ ലക്ഷ്യം. അല്ലെങ്കിൽ ഒരു പാപിയുടെ അല്ലെങ്കിൽ ജീവിതത്തിൽ ദൈവം ദാനമായി നൽകുന്ന കൃപ, അവന് നൽകുന്ന പരിശുദ്ധാത്മാവ്, അവന് നൽകുന്ന ആത്മസന്തോഷം, അവന് നൽകുന്ന സമാധാനം, അവൻ ലഭിക്കുന്ന നിത്യജീവൻ, അവനെ സ്വർഗ്ഗ പർദീസിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ്. പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു കൃപ വേണം കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും ദൈവം കൃപ തന്നിട്ടുണ്ട്. ഈ ലോകത്തിലുള്ള സകല ജനത്തിനും പ്രാർത്ഥിക്കുക കൃപയുണ്ട്. പക്ഷേ ലോകജാതികളും പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ, ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥനയ്ക്കകത്തൊരു അഭിഷേകമുണ്ട്, ദൈവകൃപയുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയാണ്, ചങ്കല ധരിച്ച സ്ഥാനാധിപതിയായി സേവിക്കുന്ന പൗലോസ് പ്രാർത്ഥിക്കും. എന്താ? പൗലോസ് ചങ്കല ധരിച്ചവനാണ്. സ്തോത്രം. എന്ന് പറയുന്നത് ചങ്ങല ധരിച്ച സ്ഥാനാധിപതി എന്ന് പറയുമ്പോൾ പൗലോസ് തന്റെ ബന്ധനത്തെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 28:20 അല്ലെങ്കിൽ 2 തിമോഥെയോസ് ലേഖനം 1:17 എഫേസ്യ ലേഖനം 3:1 4:1 ചക്രവർത്തിക്ക് അപ്പീൽ നൽകിയിട്ടുള്ള തടവുകാരെ വേറെ വീടെടുത്ത് താമസിക്കാൻ അനുവദിച്ചിരുന്നു. അല്ലെങ്കിൽ ചക്രവർത്തിക്ക് അപ്പീൽ നൽകിയ തടവുകാരെയൊക്കെ വേറെ വീടെടുത്ത് താമസിക്കാൻ അനുമതി നൽകുന്നു. എങ്കിലും ചങ്ങല കൈമേൽ ഉണ്ടായിരിക്കും. വേറെ വീട്ടിൽ താമസിക്കാൻ എന്ത് ചെയ്യും? ഇവന് ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി ചങ്ങല കൈമേൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ചങ്ങല കൈമേൽ ഉണ്ടായിരിക്കും. പ്രൈസ് എന്നാണ് പറയുന്നത്. ആമേ, സ്തോത്രം. അല്ലെങ്കിൽ ചങ്ങല കൈമേൽ ഉണ്ടായിരിക്കും. ചങ്ങലയുടെ ഒരറ്റം തടവുകാരന്റെ വലത്തെ കൈ കരത്തോടും മറ്റേ അറ്റം പടയാളിയുടെ അല്ലെങ്കിൽ കരത്തോടും ചേർത്ത് ബന്ധിച്ചിരിക്കും. ചങ്ങളുടെ ഒരു അറ്റം എന്ത് ചെയ്യും? തടവുകാരന്റെ കയ്യിൽ. അല്ലെങ്കിൽ മറ്റേ അറ്റം എന്ത് ചെയ്യും? അല്ലെങ്കിൽ പടയാളുടെ കൈയോടും കൂടെ ചേർത്തായിരിക്കും ബന്ധിച്ചിരിക്കുന്നത്. കാരണം എന്ത് ചെയ്യണം? ഈ തടവുള്ളി ഒരിക്കലും ഓടിപ്പോകരുത്. തടവുള്ളി ഓടിപ്പോകാൻ ശ്രമിച്ചാൽ പടയാളിയുടെ കയ്യിൽ അതറിയാം. അതുകൊണ്ടാണ് പടയാളിയുടെ കയ്യിൽ ചങ്ങല കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ബന്ധനത്തിനായിരുന്നു പൗലോസ് പറയുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ട് പൗലോസ് പറയും, ഈ ഞാൻ ചങ്ങല ധരിച്ച സ്ഥാനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ മർമ്മ പ്രാഗൽഭ്യത്തോടെ ചങ്ങല ധരിച്ചു. നമ്മളൊക്കെ അനുഭവത്തിലൂടെ പോയിട്ടുണ്ടോ? ഇല്ലെന്നേ. അതൊക്കെ പൗലോസിനെ അറിയത്തുള്ളൂ. പൗലോസ് ചോദിച്ചു, ഇതൊക്കെ നമ്മൾ ആത്മാവിൽ കാണണം. അല്ലെങ്കിൽ അത് കാണണമെങ്കിൽ പ്രാർത്ഥനയിലേക്ക് വരണം. എന്നിട്ട് പൗലോസിനെ കണ്ടുപിടിക്കാം. എന്നാൽ പൗലോസ് ആ ചങ്ങല കർത്താവിന്റെ സ്ഥാനാധിപതിയുടെ വീരശൃംഖലയായി അല്ലെങ്കിൽ ആമെ അംഗീകരിച്ചു. പൗലോസിന്റെ കയ്യെ കിടക്കുന്ന ചങ്ങല അവൻ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന വീരശൃംഖലയായി ആ ചങ്ങല അംഗീകരിച്ചു. എല്ലാ സ്ഥാനാധിപതിമാരും കൊട്ടാരങ്ങളിൽ സൂഹിക്കുമ്പോൾ പൗലോസ് സന്തോഷത്തോടെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവുള്ളത് തന്റെ ശരീരത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് കർത്താവിന്റെ സ്ഥാനാധിപതിയായി അഭിമാനത്തോടെ നിൽക്കുക. അപ്പൊ എല്ലാ ചക്രവർത്തിമാരും എവിടെയാണ്? കൊട്ടാരത്തിലാണ്. ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിൽ ഇഷ്ടംപോലെ സുഖലോലുപ ജീവിതം നയിക്കുമ്പോൾ പൗലോസ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ചങ്ങല ധരിച്ച സ്ഥാനാധിപതിയായി കൊട്ടാരത്തിലല്ല, ആമൻ തടവുപുള്ളികളെ പാർപ്പിക്കുന്ന സ്ഥലത്ത് ആമൻ തന്റെ കൈമേൽ കിടക്കുന്ന ചങ്ങല വീരശൃംഖലയായി ആമൻ അംഗീകരിച്ചുകൊണ്ട് തന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ കുറവുള്ളതിന് അല്ലെങ്കിൽ സ്തോത്രം തന്റെ ശരീരത്തിൽ കുറവുള്ള പൂരിപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ സ്ഥാനാധിപതിയായി നിൽക്കുവാൻ യോഗ്യനായവനെ പൗലോസ്. ഹല്ലേലൂയ. അതാണ് പൗലോസ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് സന്തോഷത്തോടെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളിൽ തനിക്ക് കുറവുള്ളത് കർത്താവിന്റെ സ്ഥാനാധിപതി എന്നതിൽ അഭിമാനത്തോടെ ആമേൻ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഛത്തീസ്ഗഡിൽ നോക്കിയാൽ മതി. ഛത്തീസ്ഗഡിൽ വെറും ക്രൂരന്മാരായിരിക്കുന്ന രക്തദാഹികൾ, രാക്ഷസന്മാർ
മനുഷ്യനെ വെട്ടിമുറിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ ഉന്മൂല നാശം ചെയ്യുവാൻ വേണ്ടി ഒരു കൂട്ടം ജനം തന്ത്രങ്ങൾ മെനയുമ്പോൾ അതിന്റെ മുമ്പിൽ ചങ്ങല ധരിച്ച സ്ഥാനാധിപതികളെ പോലെ മരണത്തിന്റെ മുമ്പിലും ഛത്തീസ്ഗഡിലെ വിശ്വാസികൾ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നത് കണ്ടില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥിക്കണം, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ദൈവജനം ഉണരട്ടെ. കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പ്രസ്ഥാനത്തിനകത്ത് തെരഞ്ഞെടുപ്പ് നടത്തി അധികാരമുണ്ടായി കോടിക്കണക്കിന് രൂപ വലിച്ചെറിഞ്ഞ് ചീത്തന്തിരി അടി ഉണ്ടാക്കുന്നതല്ല ദൈവജന ശുശ്രൂഷ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? കഷ്ടം സഹിക്കുന്ന, നൊമ്പരപ്പെടുന്ന, വേദനിക്കപ്പെടുന്ന ദൈവജനത്തിന് വേണ്ടി അവന് ശക്തി പകരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥനക്കളത്തിൽ പ്രാർത്ഥനയിലേക്ക് വരണം. നമ്മൾ യുദ്ധക്കളത്തിൽ പ്രാർത്ഥനയിലേക്ക് വന്ന് നിൽക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് വചനം അങ്ങനെയൊക്കെ പറയുന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയും, എന്തിനാണ് പൗലോസ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? സുവിശേഷത്തിന്റെ മർമ്മം തനിക്ക് വെളിപ്പെടാൻ വേണ്ടി. സുവിശേഷത്തിന്റെ മർമ്മം വെളിപ്പെടണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ലൈവ് ശുശ്രൂഷക്കാരാ. ഞാൻ ഈ ലൈവ് ശുശ്രൂഷയല്ല, ഞാൻ ഓരോ മെസ്സേജും നന്നായിട്ട് വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് എനിക്കറിയാവുന്ന ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ചാണ് പ്രസംഗിക്കുന്നത്. കാണാപ്പാടം ഒന്നും ഞാൻ ഒരിക്കലും പ്രസംഗിക്കത്തില്ല കേട്ടോ. ഞാൻ കാണാപ്പാടം പ്രസംഗിക്കത്തില്ല. ഞാൻ എല്ലാ നോട്ടുകൾ ഉണ്ടായിരിക്കും. കാണാപ്പാടം പറയാൻ നമ്മളെ കിടക്കെ എപ്പോഴും പറ്റും. വലിയ ഈ തവളയ്ക്ക് അലയ്ക്കാൻ വേണ്ടിയിട്ട് ഈ നോട്ടൊന്നും തയ്യാറാക്കേണ്ട കാര്യമില്ല. അത് മഴക്കാലമാകുമ്പോൾ തവള അത് ചെയ്യുന്ന സ്ഥിരം തൊഴിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെ പല ആളുകളില്ല. എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഈ കാണാപ്പാടം എന്ന് പറഞ്ഞാൽ ചിലർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയല്ല, നമ്മൾ ഓരോ മെസ്സേജ് ഒരുങ്ങണം. നമ്മൾ എല്ലാ ദിവസവും മെസ്സേജ് പറഞ്ഞെങ്കിൽ എല്ലാ ദിവസവും ഒരുങ്ങണം. ഇന്ന് പറഞ്ഞത് നാളെ പറയാൻ പറ്റുമോ? ഇന്ന് പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെയല്ല. കേൾക്കുന്നവർ വിട്ടികളെല്ലാം. കേൾക്കുന്നവർ നമ്മൾ പറയുന്ന സന്ദേശം കേട്ടോണ്ടിരിക്കും, അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങണം കേട്ടോ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ സമയം, ഹല്ലേലൂയ, സുവിശേഷത്തിന്റെ മർമ്മം വെളിപ്പെട്ട് കിട്ടുവാൻ വേണ്ടിയിട്ട് പൗലോസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പൗലോസിനെ ദൈവമല്ലേ വിളിച്ചേ? പൗലോസിനെ ദൈവമാണ് വിളിച്ചത്. പൗലോസിന്റെ ഉള്ളിൽ ആത്മാവിനെ കൊടുത്തതും ദൈവമല്ലേ? വചനം ശുശ്രൂഷ ജ്ഞാനം കൊടുത്തതും ദൈവമല്ലേ? ഈ 14 ലേഖനങ്ങൾ എഴുതിച്ചതും കർത്താവല്ലേ? ഇതെല്ലാം പൗലോസിനെ ചെയ്തിച്ച കർത്താവാണല്ലോ. എന്നിട്ട് പൗലോസ് നമ്മോട് പറയാ പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ നമ്മൾ എത്രമാത്രം പ്രാർത്ഥനയിലേക്ക് വരണം. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവേ, നിന്റെ ഭവനത്തിനകത്ത് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. നിന്റെ ഭവനത്തിനകത്തും പ്രാർത്ഥനയുടെ ശബ്ദമല്ലാതെ വേറൊരു കോലാഹലം ഉണ്ടാകരുത്. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിനകത്ത് ഈ കാലഘട്ടത്തിലെ വെറുക്കൂത്തിന്റെ പെട്ടി എന്ന് പറയുന്ന TV-ക്കകത്ത് വരുന്ന അശ്ലീലമായ വാക്കുകളും അതിനകത്തെ അടിപിടിയും അതിനകത്തെ വാശിയും വൈരാഗ്യവും ഒന്നും വെച്ച് നിന്റെ വീട്ടിനകത്ത് സാത്താൻ ഇടം കൊടുക്കരുത്. നിന്റെ മൊബൈലിനകത്ത് അശുദ്ധമായ രീതികൾ കണ്ടുകിട്ടി നിന്റെ കുടുംബത്തിനകത്ത് സാത്താൻ പ്രവർത്തിക്കരുത്. നിന്റെ ശരീരമാകുന്ന കൂടാരത്തിൽ സാത്താൻ പ്രവർത്തിക്കും. നിന്റെ ശരീരമാകുന്ന കൂടാരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ട് സുവിശേഷത്തിന്റെ മർമ്മം വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. അല്ലെങ്കിൽ കഷ്ടം സഹിക്കുന്ന ആയിരങ്ങളുണ്ട്, 10,000 കോടാനുകോടി ജനങ്ങൾ കണ്ണുനീരിലൂടെ കടന്നു പോകുമ്പോൾ ലോക സുവിശേഷത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾക്കകത്ത് 7 ഭൂഖണ്ഡങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾ ആമല്ലേ നമ്മൾ തിരിച്ചറിയുക. നമുക്കറിയാം, സ്തോത്രമല്ലി, തെക്കേ അമേരിക്ക, വടക്കേരും, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്കകത്ത് സുവിശേഷകത്താത്ത അനേക ഗ്രാമങ്ങളുണ്ട്. വെള്ളത്തിന്റെ സ്രോതസ്സുകളില്ലാത്ത, നെറ്റ്വർക്കുകൾ, വൈദ്യുതി ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. വാഹനങ്ങളില്ലാത്ത സ്ഥലങ്ങൾ, സ്കൂളുകളോ കോളേജുകളോ ആശുപത്രി സൗകര്യങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്ത ആയിരക്കണക്കിന് ഗ്രാമങ്ങളുണ്ട്. സുവിശേഷകത്താത്ത സ്ഥലങ്ങളുണ്ട്. ദൈവമായി യാതൊരു ബന്ധമില്ലാത്ത, പുറലോകമായി യാതൊരു ബന്ധമില്ലാത്ത വനാന്തരങ്ങളിൽ താമസിക്കുന്ന, ദ്വീപുകളിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ലോകരാജ്യങ്ങളുണ്ട്. 1000 കോടിക്കണക്കിട്ട് അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ ഏരിയ അവർ സുവിശേഷത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണം. അവർ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. അവർ നിത്യജീവന്റെ അവകാശിയായി മാറണം. ദൈവരാജ്യത്തിൽ അവർക്ക് പങ്കുണ്ടായിരുന്ന ദൈവരാജ്യത്തിന്റെ ഓഹരി അവർക്ക് ലഭിക്കണം. അവർക്ക് ആ സ്വർഗീയ കനാൻ ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകരാജ്യങ്ങൾ 800 കോടി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് നിന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചത്. പൗലോസ് ചങ്ങല ധരിച്ച് സ്ഥാനാധിപതിയായി ദൈവസനി പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോക സുവിശേഷീകരണത്തിന് വേണ്ടിയിട്ടാണ്. അത് എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, ദൈവം എന്നെ നിങ്ങളെ തെരഞ്ഞെടുത്തത് എന്തിനാണെന്ന് പറയുക? ഈ ലോകത്തെ നമ്മൾ സുവിശേഷീകരിക്കണം, ലോകത്തെ വചനത്താൽ നിറയ്ക്കണം, ലോകത്തിൽ ദൈവസാന്നിധ്യം ഉളവാക്കുവാൻ വേണ്ടിയിട്ട് എന്നെ നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തതാണ്.
രക്തം ചെയ്യും. അതിന്റെ സുവിശേഷന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ ചങ്ങല ധരിച്ച സ്ഥാനാധിപതിയുടെ ആഗ്രഹം അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക ആമി എന്നതല്ല. അല്ലേ? സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കാൻ കഴിവ് ലഭിക്കണമെന്നാണ്. ഈ ചങ്ങല ധരിച്ച ഒരു വ്യക്തിയുടെ സ്വഭാവം എന്താ? എത്രയും പെട്ടെന്ന് മോചനം പ്രാപിക്കണമെന്നാ. നിങ്ങൾ ആരെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഇല്ലായിരിക്കുമല്ലോ. ഇനി കിടന്നിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. അല്ലെ, ഞാൻ ജയിലിൽ കിടന്ന സമയത്ത് എന്റെ ചിന്ത എന്താ? എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തു വരണം. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ജയിലിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുറത്തേക്ക് നോക്കിയിരിക്കും, അതിന്റെ കമ്പി കൂടെ പുറത്തേക്ക് നോക്കിയിരിക്കും. അല്ലെ, ഈ സബ് ജയിലിലേക്ക് കിടക്കുമ്പോൾ അങ്ങനെ കിടക്കൊക്കെ നോക്കി ആരെങ്കിലും നമ്മളെ ഇറക്കാൻ വരുന്നുണ്ടോ, ആരെങ്കിലും ഇറക്കാൻ വരുന്ന നമുക്ക് ജാമ്യക്കാർ വരുന്നുണ്ടോ, ഇന്നിറങ്ങാം നാളെ ഇറങ്ങാം എന്നുള്ള ചിന്തയിൽ നമ്മൾ വെക്കുക. അല്ലേ? അപ്പൊ ചങ്ങല ധരിച്ച ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ അവന്റെ എത്രയും പെട്ടെന്ന് ആ ചങ്ങലയിൽ നിന്ന് മോചനം, ആ ജയിലിൽ നിന്ന് മോചനം കിട്ടണമെന്നുള്ളതാണ് എന്റെ ചിന്ത. അങ്ങനെയായിരുന്നു. പക്ഷെ പൗലോസിന്റെ ചിന്ത എന്താണ്? ചങ്ങല ധരിച്ച സ്ഥാനാധിപതിയായി പൗലോസ് തടവിൽ കഴിയുമ്പോഴും പൗലോസിന് ആ തടവിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്നുള്ളതല്ല പൗലോസ് പറഞ്ഞത്. പിന്നെന്താണ്? ഞാൻ ഈ തടവിലായിരിക്കുമ്പോൾ സുവിശേഷത്തിന്റെ മർമ്മം എനിക്ക് വെളിപ്പെടണം. അതൊരു വല്ലാത്ത ആഗ്രഹം, അല്ലേ? തടവിൽ കിടക്കുമ്പോൾ വിടുതൽ പ്രാപിക്കാൻ, സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ആരും ആഗ്രഹിക്കാത്തത്. പക്ഷെ പൗലോസ് എന്താ പറയുന്നത്? സുവിശേഷത്തിന്റെ മർമ്മം എനിക്ക് വെളിപ്പെട്ട് കിട്ടണം. ഞാനത് വായിച്ചപ്പോൾ എന്നെ വളരെ സന്തോഷിപ്പിച്ചു, വളരെ വേദനിപ്പിച്ചു, വളരെ ആവേശത്തിൻ്റെ ഉള്ളിലുണ്ടായി. അപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ കാലം ജയിൽ ജീവിതത്തെക്കുറിച്ച് ഞാനൊന്ന് ഓർത്തു നോക്കി. അല്ലെങ്കിൽ ഞാൻ പൗലോസിനെ പോലെ അന്ന് പറഞ്ഞില്ല എനിക്കെങ്ങനെയും മോചനം കിട്ടണം, പുറത്തിറങ്ങണം എന്നുള്ളതായിരുന്നു. പക്ഷെ പൗലോസിന്റെ സുവിശേഷത്തിന്റെ മർമ്മം വെളിപ്പെട്ട് കിട്ടണം. എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, നിന്റെ കഷ്ടതയില്, നിന്റെ സങ്കടത്തില്, നിന്റെ ദുഃഖത്തില്, നിന്റെ ദാരിദ്ര്യത്തിന്റെ വേദനയില്, നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യം ആയിരുന്നാലും അതിന്റെ നടുവിൽ നീ ചെയ്യേണ്ടതെന്ന് സുവിശേഷത്തിന്റെ മർമ്മം വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നീ ദൈവസനിൽ ഒരു യുദ്ധക്കളത്തിന്റെ പോരാളിയെ പോലെ നീ പ്രാർത്ഥിച്ചു തുടങ്ങ. ദൈവം നിന്നിലൂടെ ചിലത് ചെയ്യും. നിന്റെ സനിലെ പ്രതിസന്ധികളെ ദൈവം പിടിപ്പിക്കും. അങ്ങനെയൊക്കെ കേട്ടോ. ദൈവത്തിന്റെ വചനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആവേശം കൊള്ളണം. ആത്മാവിലാകട്ടോ, നമുക്ക് ആത്മാവിൽ ആവേശം ഉണ്ടായി കഴിയുമ്പോഴല്ലോ നമ്മൾ അറിയാതെ മണിക്കൂറുകളിരുന്നങ്ങ് പ്രാർത്ഥിക്കും. ഞാൻ എന്നെ പുകഴ്ത്തി എന്നെ പ്രശംസിച്ചെന്ന് പറയും. ഞാൻ എല്ലാ ദിവസവും ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഒരുപാട് ആളുകൾ എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത് കൊണ്ട് എനിക്കാണ് നന്നായിട്ട് സമയം വേണം. അല്ലേ? കാരണം ഇതിനെല്ലാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണ്ടേ. അപ്പൊ ഞാൻ വളരെ സമയമെടുത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. കാരണം എനിക്ക് തിരക്കൊന്നുമില്ല. ഈ ലോകത്ത് തിരക്കില്ലാത്ത ഒറ്റ വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ മാത്രമേ കാണുള്ളൂ എന്ന് എനിക്ക്. കാരണം എല്ലാവരും ബിസിയാണ് പറയുന്നത്, എല്ലാവരും തിരക്കാണ് പറയുന്നത്. പിന്നെ സമയം കിട്ടുമ്പോൾ അങ്ങനെ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. കാരണം എനിക്ക് തിരക്കൊന്നുമില്ല, എനിക്ക് അത്ര വലിയ ബിസിയൊന്നുമില്ല. എനിക്ക് ഒറ്റ ബിസിയുള്ളൂ, സുവിശേഷം പറയണം, മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ തിരക്ക്, ബിസിയായി കേട്ടോ. അല്ലേരിയ നിങ്ങൾ അങ്ങനെ ആണോ ഇല്ലെന്ന് എനിക്കറിയില്ല. അല്ലേരിയ കാരണം നമ്മൾ കർത്താവിൻ്റെ വേണ്ടി പ്രാധാന്യം കൊടുക്കുക. ആദ്യം കർത്താവിന് പ്രാധാന്യം കൊടുക്കണം, സുവിശേഷത്തിന് പ്രാധാന്യം കൊടുക്കണം, മറ്റുള്ള കഷ്ടതയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. അവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ കൂട്ടത്തിൽ നമ്മുടെ വിഷയങ്ങളെല്ലാം നടന്നു പൊക്കോളൂന്നേ. നമ്മുടെ വിഷയങ്ങൾ കൂടെ നടക്കും. ചിലപ്പം നടന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, ചിലപ്പോൾ അടുക്കളയ്ക്കകത്ത് ജോലി ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, എൻ്റെ വൈഫ് മരിച്ചു പോയി, മോള് പഠിക്കായത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്കില്ല. അപ്പം ഞാൻ വേണം എല്ലാം പണി ചെയ്യാൻ. അപ്പം ഞാൻ പണി ചെയ്യുന്നത് കൂട്ടത്തിൽ തന്നെ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വിളിക്കും, പ്രാർത്ഥന വിഷയം പറയുമ്പോൾ ഞാൻ ലഭിക്കുന്ന സമയത്തിനകത്ത് അപ്പോഴും പ്രാർത്ഥിക്കും. കാരണം സുവിശേഷത്തിന്റെ മർമ്മം വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ കഷ്ടം സഹിക്കുന്നവന്റെ വേദന നൊമ്പരം അനുഭവിക്കുന്നവന്റെ ആ കണ്ണുനീര് കണ്ടിട്ട് നമ്മൾ അടങ്ങിയിരിക്കരുത്. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നെ കേൾക്കുന്ന സൗകര്യം, നിങ്ങൾ ദേശത്തും വിദേശത്തും ഒരുപാട് കഷ്ടം സഹിക്കുന്നു. ഈ വിദേശത്ത് കഷ്ടം സഹിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശണ്ടയിട്ടുന്ന, കുടുംബത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ കഴിയാതെ ഭർത്താക്കന്മാരുടെ വഴിവിട്ട ജീവിതം, മദ്യപാനം കൊണ്ട് കുടുംബം തകർന്ന് അധ്വാനിച്ചത് മുഴുവൻ സാത്താനും എൻ്റെ കിങ്കരന്മാരും അടിച്ചു മാറ്റി കുടുംബത്തിനകത്ത് കണ്ണുനീർന്ന് തൂകുന്ന അനവധി സഹോദരിമാരുണ്ടെന്നേ. അല്ലേലിയ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ സഹോദരന്മാരും കൊണ്ട് കേട്ടോ. എല്ലാം നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ തലമുറ വഴിതെറ്റി ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം.
തലമുറകൾ ഈ നാളിൽ അവിഹിത ബന്ധത്തിൽ ഒരുപാട് യുവാക്കന്മാർ ചിന്തയാണ്. അവിഹിത ബന്ധം ദൈവം വെറുക്കുന്ന വ്യഭിചാരം പോലുള്ള അശുദ്ധമായ ജീവിതത്തിനകത്ത് അനവധി തലമുറകൾ വീണുകൊണ്ടിരിക്കുക, ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്റെ നടുവിൽ എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ മയങ്ങി പോകരുത്. നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതിന് തലമുറ ആത്മാവിൽ നിറയപ്പെടാൻ വേണ്ടി, തലമുറ ദൈവനാമത്തിന് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കണം. പ്രൈസലോട്. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം, പൗലോസിന്റെ കൈമേൽ ചങ്ങല, പൗലോസിന്റെ കൈമേൽ മാത്രമേ ചങ്ങലയുള്ളൂ. പൗലോസിന്റെ കയ്യിലെ ചങ്ങലയുള്ളൂ കേട്ടോ. പൗലോസ് തടവിലാണെങ്കിലും തടവുള്ളിയാണെങ്കിലും ചങ്ങല ധരിച്ച സ്ഥാനാധിപതിയാണെങ്കിലും താൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സുവിശേഷന്റെ മർമ്മം വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി താൻ പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പൗലോസിന്റെ കയ്യെ മാത്രമേ ഉള്ളൂ ചങ്ങല. അവന്റെ ഹൃദയത്തിൽ ചങ്ങലയില്ല കേട്ടോ. പൗലോസിന്റെ ഹൃദയത്തിൽ ചങ്ങലയില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മുടെയൊക്കെ കയ്യേലും ചങ്ങലയാ, ഹൃദയത്തിലും ചങ്ങലയാ. അതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തത്. പൗലോസിന്റെ കയ്യേലുള്ള ചങ്ങല അത് പൗലോസിന്റെ പൗലോസ് പറയുന്നത്, എന്റെ ഹൃദയത്തിന് ചങ്ങലയില്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ അതരം കൊണ്ട് പ്രാർത്ഥിക്കും. അല്ലേരിയ. അപ്പൊ പൗലോസിന്റെ ഹൃദയത്തിൽ ചങ്ങലയിൽ, അതിനാൽ വായി തുറക്കുമ്പോൾ വചനം ലഭിപ്പാൻ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ഹൃദയത്തിന് ചങ്ങലയില്ലാത്തവൻ വായി തുറക്കുമ്പോൾ വചനം ലഭിക്കാൻ വേണ്ടി, സുവിശേഷത്തിന്റെ മർമ്മം വെളിപ്പെടാൻ വേണ്ടി പൗലോസ് പറയും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? ഞാനിപ്പോ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഞാനും കർത്താവോട് പറയും, കർത്താവേ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ എനിക്കേ ഉള്ളൂ. ലോകത്തുനിന്ന് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് എതിർപ്പുകളും ഒക്കെ എനിക്കുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയത്തിന്റെ എതിർപ്പുകളോ എൻ്റെ ഹൃദയത്തിന് ബന്ധനങ്ങളോ ഒന്നുമില്ല. ഞാൻ വായി തുറക്കുമ്പോൾ സുവിശേഷത്തിന്റെ മർമ്മം വെളിപ്പെട്ട് കിട്ടുവാനും വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ അവരോടും പറയും, നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയും. എൻ്റെ ഏരിയ നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരിക്കലും എനിക്ക് ഭയങ്കര ഒരു പനി, ജലദോഷം, ചുമയൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് കട്ടിൽ എഴുന്നേക്കാൻ പോലും അത്രമാത്രം ക്ഷീണമാണ്. എഴുന്നേറ്റൻ്റെ ചൂടുവെള്ളം ഇട്ട് കുടിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിനു പോലും കഴിയാതെ ഞാൻ കട്ടിലിൽ തറന്ന് കിടക്കുക, ഭയങ്കര ക്ഷീണത്തിനായി. അപ്പം ഞാൻ നോക്കി, എൻ്റെ സഭയിലൊരു വിശ്വാസി പുള്ളി തിരൂരാണ്, ഡോൺ എന്ന് പറയും. അപ്പം ഞാൻ ഡോണെ വിളിച്ചു, ഡോൺ ഷൈനി ഉണ്ട്, അവർ രണ്ടുപേരും വീട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, ഞാൻ വളരെ പനിയായി ശാരീരിക ക്ഷീണം അനുഭവിച്ച് കിടക്കുക എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും കൂടെ പെട്ടെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ. എനിക്ക് ആ സമയത്ത് തന്നെ സൗഖ്യം ദൈവം തന്നു. എൻ്റെ വിശ്വാസിയാണ്, പക്ഷെ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സൗഖ്യം. കാരണം അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടുമെന്നുള്ള എനിക്കറിയാം, അല്ലേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്കതിനകത്ത് മടിയിൽ ഞാനവരോട് പറഞ്ഞു, എനിക്ക് സൗഖ്യമായി തരണം. അവർക്ക് ഭയങ്കര സന്തോഷം. കാരണം നമുക്കൊരു ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചേർത്ത് പിടിക്കണം എല്ലാവരെയും. പ്രൈസലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പേര് പൗലോസ് ആത്മീയ നിലവാരമുള്ളവനായിരുന്നു. പൗലോസ് ആത്മീയ നിലവാരമുള്ളവനായിരുന്നു. ഇന്നത്തെ സഭ എന്താ? ഇന്നത്തെ ദൈവമക്കൾ ആത്മീയ നിലവാരമില്ലാത്തവരാ. ആത്മീയ നിലവാരം നഷ്ടപ്പെട്ടിട്ട് ലോകത്തിന്റെ ചിന്തകളിൽ, ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജനം പോകുന്നു. പൗലോസിനെ സംബന്ധിച്ച് ആത്മീയ നിലവാരം ഉണ്ടായിരുന്നവനായിരുന്നു. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നത്, തന്നെക്കാൾ വളരെ താണ ആത്മീയ നിലവാരമുള്ളവരോടും പ്രാർത്ഥന ആവശ്യപ്പെടുന്നതിനകത്ത് പൗലോസ് ലജ്ജിതനല്ലായിരുന്നു. പൗലോസ് ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച് ന്യായപ്രമാണം നന്നായിട്ട് പഠിച്ചവനാ. വേദപുസ്തകം 613 നിയമങ്ങളും നന്നായിട്ട് പഠിച്ചവനാ. അല്ലെങ്കിൽ വലിയ കേമന പൗലോസ്. എങ്കിലും തന്നെക്കാൾ താഴ്ന്നവരോട് പോലും പ്രാർത്ഥന അപേക്ഷിക്കുന്നതിനകത്ത് പൗലോസിന് ലജ്ജയില്ലായിരുന്നു. നമുക്കാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ത് ലജ്ജയല്ലേ? പൗലോസ് ലജ്ജ കൂടാതെ പറയാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേ സ്നേഹിത, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വലിയ ഇവിടെ ദൈവത്തിന്റെ നല്ല മാതൃകയുള്ളവരായി മാറണം. പൗലോസിനെ പോലെ നമ്മൾ നല്ല മാതൃകയുള്ളവരായി മാറണം. അപ്പൊ ഒരു പ്രാവശ്യം ഒരു മിഷണറി രാത്രിയിൽ ഭയങ്കരമായ ഒരു കാട്ടുപാതയിൽ കൂടി തനിച്ച് നടന്നു പോകേണ്ടതായി വന്നു. ആപത്തും നിറഞ്ഞത്, കള്ളന്മാർക്കൻ്റെ കൂടെ ഭയമുള്ള ഒരു പാതയായിരുന്നത്. ആ ദൈവദാസനിയുടെ 30 വിശ്വാസി ശക്തിയുമായി പ്രാർത്ഥിച്ച് രാത്രിയിൽ ആ മിഷൻ നടുക്കാട്ടിൽ തങ്ങേണ്ടി വന്നപ്പോഴും യാതൊരു മൃഗമോ കള്ളന്മാർ ആക്രമണമോ ഇല്ലാതെ ആ വിശ്വാസി എന്ത് ചെയ്തു, ആ ദൈവദാസൻ എന്ത് ചെയ്തു, ആ വനത്തിൽ സുരക്ഷിതമായിരുന്നു. കാരണം 30 പേര് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? അല്ലേലൂയ. ചില ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം അപ്രതീക്ഷിതമായി ശുശ്രൂഷകൾക്കായി ചെന്നപ്പോൾ അവിടെ ഒരു മനുഷ്യൻ പറഞ്ഞു, സാർ, ഞാനൊരു കൊള്ളസംഘത്തിൽ ചേർന്നവനാ,
ഞാൻ ദിവസങ്ങളോ രാത്രിയിൽ നിങ്ങൾ കാട്ടുപാതയിൽ കൂടി നടന്നു വരുന്നത് കണ്ടു. നിങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി, നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഞാൻ മുമ്പോട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ചുറ്റും 30 പേര് വാളൂരി പിടിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾക്ക് ചുറ്റും 30 പേര് വാളൂരി പിടിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ തട്ടിക്കിപ്പോയി, ഞാൻ ഭയപ്പെട്ടുപോയി, ഞാൻ അവരെ ഓടി രക്ഷപ്പെട്ടു. ആ ദൈവദാസന് മനസ്സിലായി 30 വിശ്വാസികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ട് ആ നടുക്കാട്ടിലൂടെ ഞാൻ യാത്ര ചെയ്തപ്പോൾ ഈ കൊള്ളക്കാരൻ എന്റെ മുമ്പിൽ വന്നപ്പോൾ കൊള്ളക്കാരനെ ഭയപ്പെടുന്ന നിലയിൽ ആ 30 വിശ്വാസികൾ വാളൂരി പിടിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരായിട്ട് ദൈവത്തോട് പ്രത്യക്ഷമായി കഴിഞ്ഞപ്പോൾ കൊള്ളക്കാരൻ ഭയപ്പെട്ടു ഓടി. കൊള്ളക്കാരൻ പറയാ, ഞാൻ നിങ്ങളെ കണ്ട് ഭയന്നു പോയെന്ന്. അപ്പം പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ? പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആ പ്രാർത്ഥന ആവേശം കൂടി കേട്ടോ. ഞാനത് വായിച്ചപ്പോൾ ഒരു പുസ്തകത്തിൽ വായിച്ചതാ. അതിനു മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നല്ല ദൂതന്മാരെ ഇറക്കും നമുക്ക് വേണ്ടി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ സ്നേഹിത, നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ദൂതന്മാരെ ഇറക്കും. പ്രേസറോ, നിനക്ക് ചുറ്റും ദൂതന്മാർ കാവലായി മാറും. അതുകൊണ്ട് നിന്നെ തൊടുവാൻ ശത്രുവിന് കഴിയില്ല. എന്നെ കേൾക്കാൻ DL മൂടി അല്ലെങ്കിൽ എന്ന ഭക്തൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പ്രാർത്ഥന വീരന്മാരെ തന്നെ നിയോഗിച്ചിരുന്നു. DL മൂടി തനിക്ക് വേണ്ടി പ്രാർത്ഥന വീരന്മാരെ തന്നെ നിയോഗിച്ചിരുന്നു. ആകയാൽ ശക്തിയായി ദൈവവേല ചെയ്യുവാൻ, ആത്മാക്കളെ ആദായം ചെയ്യുവാൻ അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ വലിയ ഉണർവ് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ ഉണ്ടാകുവാൻ ആമെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 1905 ആമെ വേൽസ് ദേശത്തിൽ വലിയ ഉണർവുണ്ടായതിന് കാരണം എന്താ? 300 പ്രാർത്ഥന സംഘങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു. ഹല്ലേലൂയ. അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം എഫെസ്യ ലേഖനം 6-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 18-ാമത്തെ വാക്യാണ്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം. പ്രാർത്ഥന എന്ത് കാണിക്കണം? പൂർണ്ണ സ്ഥിരത കാണിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപി പിതാവി, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എന്നെ പലരും പ്രാർത്ഥനയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലും കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്, ഹല്ലേലൂയ, നിന്റെ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നേ. നിന്റെ കണ്ണുനീര് ദൈവം മാറ്റിത്തരും. ഹല്ലേലൂയ. ആമേൻ. നിന്നെ സ്നേഹിക്കുന്നവൻ യേശു മാത്രമാ. നിന്നെ കരുതുന്നവൻ യേശു മാത്രമാ. നിന്റെ സങ്കടം മനസ്സോടെ ഇത് കേൾക്കുന്നവൻ യേശുവാ. നിന്റെ സങ്കടം കേൾക്കുവാൻ താല്പര്യം കാണിക്കുന്ന യേശുവാ. ഒരു മനുഷ്യനോട് നിന്റെ സങ്കടം പങ്കുവെച്ചാൽ അതിന് പരിധിയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവരെന്തെങ്കിലും കാര്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പക്ഷെ ദൈവം ഒഴിഞ്ഞു മാറത്തില്ല കേട്ടോ. കർത്താവ് ഒഴിഞ്ഞു മാറത്തില്ല. കർത്താവ് നിന്നോട് ചേർന്നിരിക്കും. നിന്റെ സങ്കടങ്ങൾ മുഴുവൻ സ്നേഹത്തോടെ ഏറ്റെടുത്തിട്ട് മകനെ മകളെ എന്നുള്ള അവിളി, ഹല്ലേലൂയ, നിന്റെ കാതുകളിൽ തന്നിട്ട് നിന്നെ തട്ടി നിന്റെ സങ്കടത്തിൽ നിന്ന് കർത്താവ് നിന്നെ വിടുവിക്കും കേട്ടോ. ഇന്ന് പകൽ ഭാരപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങളോട് പറയട്ടെ, നീ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഒരു വിടുതൽ ദൈവം നിന്റെ കുടുംബത്തിൽ തരാൻ പോവുക. ആമി പൗലോസിന്റെ കയ്യിൽ ചങ്ങലയുള്ളൂ, അവന്റെ ഹൃദയത്തിന് ചങ്ങലയില്ല. അതുകൊണ്ട് നിനക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും നിന്റെ ഹൃദയത്തിന് ചങ്ങലയില്ലാത്തതുകൊണ്ട് അത്തരം തുറന്ന് നീ പ്രാർത്ഥിക്കും. ദൈവം നിന്റെ കുടുംബത്തിനകത്ത് ചില അത്ഭുതങ്ങളെ ചെയ്യും. കണ്ണുകൾ വെച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് ലോകമെമ്പാടും 800 കോടി ജനത്തിനായി കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും വേദനകളും അപമാനങ്ങളും പരിഹാസങ്ങളും രോഗങ്ങളും വ്യാധികളും ദുർഭൂത മന്ത്രവാദ ആഭിചാര കൂടോത്ര ക്ഷുദ്ര ശക്തികളെല്ലാം ഒന്നിച്ച് കർത്താവി ജനത്തിന്റെ ആക്രമിക്കുമ്പോൾ കർത്താവി സുവിശേഷ മുഖാന്തരം പല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും സുവിശേഷ മുഖം ക്രിസ്തുമുഖം അനേകം നിന്ദിക്കപ്പെടും, അപമാനിക്കും, പീഡിപ്പിക്കപ്പെടുമ്പോൾ പല രാജ്യങ്ങൾക്കകത്തും സുവിശേഷത്തിന്റെ ക്രൈസ്തവ സമൂഹത്തിലെ ആക്രമം അഴിച്ചുവിടുന്ന കാലഘട്ടത്തിൽ ദൈവജനം തളർന്നു പോകാതെ പ്രാർത്ഥനയ്ക്ക് മുന്നോട്ട് വന്ന് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു പോർക്കളത്തിൽ നിൽക്കുന്ന, ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു പടയാളിയെ പോലെ ദൈവത്തിന്റെ സർവായുധവർക്ക് ധരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ പോരാടി പ്രാർത്ഥിക്കാൻ ജനത്തെ ഒരുക്കണമേ. എല്ലാ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ, കണ്ണുനീര് മാറട്ടെ, ശാപങ്ങൾ മാറിപ്പോകട്ടെ, മരണസമാനമായ പ്രതിസന്ധികൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ചില കുടുംബങ്ങൾ വിടിവിക്കപ്പെട്ടിട്ട് തകർന്നു കിടക്കുന്ന ചില കുടുംബ ജീവിതങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, തലമുറകൾ മദ്യത്തിനും മയക്കും ലഹരിക്കും അടിമപ്പെട്ട്
തകർന്നു കിടക്കുന്ന ചില ജീവിതങ്ങൾ, ചില കുടുംബങ്ങളെ ഇന്ന് പകൽ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. തലമുറയെ നശിപ്പിക്കുന്ന പാപത്തിന്റെ ശക്തികൾ നീങ്ങിപ്പോട്ട് മദ്യരൂപികൾ, മയക്കുമരുന്ന് രൂപികളെ, ലഹരി ഉൽപ്പന്ന വിൽക്കുന്നവരെ എല്ലാം സന്ദർശിക്കണമേ. ദിവസം കർത്താവിന്റെ ജനം പിടിപ്പിക്കട്ടെ, ദേശം ശുദ്ധീകരിക്കട്ടെ, രാജ്യം ശുദ്ധി, അധികാരികൾക്ക് മാനസാന്തരം കൊടുക്കും, ഭരണ സംവിധാനങ്ങൾ മാനസാന്തരം കൊടുക്കണമേ. സുവിശേഷ വിരോധികൾ, തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ ദൈവം സന്ദർശിക്കണമായി. ലോകപാട് സുവിശേഷ സാന്നിധ്യം വെളിപ്പെടുന്ന അന്ത്യകാല ഉണർവിനായി ദൈവമക്കൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരട്ടെ. ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.